Hi everyone, welcome back to chinnustastebuds. ഇന്ന് ഞാൻ ചിക്കനും പാലും കൂടെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും സംശയം ഉണ്ടാവും ചിക്കനും പാലും കൂടെ ഇട്ട് ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ പാക്കറ്റ് പാൽ മിൽമയുടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന പാകത്തിന് വേണം ഇത് പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് അധികമൊന്നും വേണ്ട, കറക്റ്റ് ആ ചിക്കൻ്റെ ആ ഒരു ലെവലിൽ ഈ ഒരു പാകത്തിന് നിൽക്കുക, ആ വിധത്തിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പും കുരുമുളകും പാലും ആ ചിക്കനും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു ചട്ടകം കൊണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. നല്ല നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനി ഒന്ന് ഹാഫ് ബോയിൽ ആവുന്നത് വരെ ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാഫ് കുക്ക് ചിക്കൻ ഒരു പാതി വേവിൻ്റെ പാകത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്നതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കാര്യം 2 സൈഡും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസായിട്ട് ചിക്കൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ടോട്ടൽ ഒരു 10 മിനിറ്റ് വരെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ പീസസ് ഈ ചിക്കൻ സ്റ്റോക്കിൽ നിന്നും മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ കറികൾക്കാണെങ്കിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിക്കൻ സൂപ്പായിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കൻ പീസസ് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതിനെ നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സൂപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കറികൾക്ക് ചിക്കൻ കറികൾക്കൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് ചിക്കൻ്റെ സ്റ്റോക്ക്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിനി അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല പൊടികളും ബ്രെഡ് ക്രംസും മൈദയും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നൊരു വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികമൊന്നും വേണ്ട, ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ ചിക്കൻ ചൂടാറിയതിന് ശേഷം ഓരോ പീസസായിട്ട് ഈ മുട്ടയിലും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും മൈദയും കൂടി ചേർത്തിട്ടുള്ളതിലേക്കും ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ആ മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇതേപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഓയിൽ ചൂടാക്കി എടുക്കുക. ചൂടായതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കാര്യം നമ്മൾ ചിക്കൻ ഹാഫ് കുക്ക്ഡാണ്, നേരത്തെ തന്നെ നമ്മൾ പാലൊഴിച്ച് പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസും മൈദയും കൂടെ ചേർന്നിട്ടുള്ള മസാല മിക്സാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ, അധികം സമയമൊന്നും ആവില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരുപാട് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.